ഞാനൊരു നൊസ്റ്റാൾജിക് ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ ലച്ചന് ഇതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ മുറ്റത്തിരുന്നിട്ട് തന്നെയാണ് ചക്ക വെട്ടും ചക്ക കഴിക്കലും. ഇന്നത്തെ ന്യൂ ജനറേഷൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അതൊരു സീനാണ് മക്കളെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു ഇവിടെ. മകരത്തിലെ മരം കൊച്ചുന്ന തണുപ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മകരം എന്ന് കേട്ടാൽ തന്നെ മനസ്സിലേക്ക് ആദ്യം വരിക ഉത്സവകാലങ്ങളാണ്. അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ചെണ്ടമേളത്തിൻ്റെ ശബ്ദവും ഉത്സവപ്പറമ്പിലെ കളിപ്പാട്ടങ്ങളും നല്ല ജിലേബിയുടെയും പൂര പലഹാരങ്ങളുടെ മണവും എല്ലാം ചേർന്ന് ഈ മകരമാസത്തിലെ മഞ്ഞിന് ഒരു പ്രത്യേക ഗന്ധമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്തെ നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളുണ്ടല്ലോ, നമ്മുടെ കുട്ടിക്കാലങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ കാലം, അതൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് അയവിറക്കുന്നൊരു സ്വഭാവമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകരമാസത്തെക്കുറിച്ചാണല്ലേ. ഈ പണ്ട് മകരമാസം ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വലിയൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുറ്റം ചാണകം മെഴുകൽ. അമ്മയും മേന്മാരും ഒക്കെ ചേർന്ന് ചാണകം കലക്കി മുറ്റം മെഴുകും. മുറ്റം തേപ്പൊക്കെ കഴിഞ്ഞ് ആ മുറ്റം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ആ ചാണകം മെഴുകിയ തണുപ്പുള്ള മുറ്റത്ത് വീഴുന്ന വെയിലും നോക്കിയിരുന്നിരുന്ന ആ കാലം, അതൊക്കെ ഇന്നത്തെ 2K കിഡ്സിന് കിട്ടാത്ത നമ്മുടെ മാത്രം സമ്പാദ്യമല്ലേ. ഞാനൊരു നൊസ്റ്റാൾജിക് ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ എൻ്റെ ലച്ചന് ഇതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നത്തെ പണ്ടത്തെ നമ്മുടെ ജീവിത രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ വലിയ കൗതുകത്തോടെയും അത്ഭുതത്തോടെയൊക്കെയാണ് എൻ്റെ കുട്ടി കേട്ടിരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പ്ലാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ അന്നദാതാവാണ്. അച്ഛൻ പണി കഴിഞ്ഞ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അച്ഛൻ വന്ന് ആ മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തിയിട്ട് പ്ലാവിൽ കയറും. ഏത് ചക്കയാണ് പഴുത്തതെന്ന് അച്ഛന് നന്നായിട്ടറിയാം. അച്ഛൻ ആ ചക്കയൊക്കെ ഒന്ന് തട്ടി നോക്കിയിട്ട് ചക്ക താഴെ ഇടും. ചക്ക താഴെ വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അച്ചമ്മ കത്തിയിട്ട് വരും. കത്തിയോ വെട്ടുകത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. പിന്നെ ആ മുറ്റത്തിരുന്നിട്ട് തന്നെയാണ് ചക്ക വെട്ടും ചക്ക കഴിക്കലും. ഇന്നത്തെ ന്യൂ ജനറേഷൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അതൊരു സീനാണ് മക്കളെ. കയ്യിൽ വെളിച്ചെണ്ണൊക്കെ പുരട്ടി ചക്ക വെട്ടി ചൂള പറിച്ചെടുക്കാൻ തുടങ്ങും. ഈച്ചകളെപ്പോലെ ഞങ്ങൾ കുറേ കുട്ടികളുണ്ടായിരിക്കും ചുറ്റും കൂടിയിരിക്കാൻ വേണ്ടിയിട്ട്. ചക്കയുടെ ആ മണം അയൽവക്കത്തെ ലീലേച്ചിയുടെ സുഭദേച്ചിയുടെ മൂക്ക് വരെ എത്തും എന്നതാണ് സത്യം. ആ കാലത്ത് ഞങ്ങളുടെ 2 അയൽവാസികൾ ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളമായിരുന്നു കൊണ്ടുവരുന്നത്. കിണറ്റിൽ മോട്ടോർ സൗകര്യമൊന്നും അന്നില്ല കേട്ടോ, കോരിയെടുക്കണം. ചക്ക വെട്ടുന്നത് കണ്ടാൽ വെള്ളം കോരാൻ വന്ന ചേച്ചിമാരും കൂടെ കൂടും. ആ സമയത്ത് ആ പ്രദേശത്തെ സകല വിശേഷങ്ങളും അവിടെ ചർച്ചയാണ്. എല്ലാവരും കൂടി ആ മുറ്റത്തിരുന്ന് തന്നെയാണ് ചക്ക കഴിക്കുക. ആർക്കും അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ പ്ലാവും ഇല്ല, ചാണകം മെഴുകാൻ ആർക്കും സമയവും ഇല്ല. പിന്നെ വെള്ളം കോരിയെടുക്കാൻ വേണ്ടി വന്ന ആ ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അവരെ വീട്ടിൽ പുതിയ കിണർ കുത്തി, അവരും വരാറില്ല. 90കളിൽ ജനിച്ച നമ്മൾ ആ നാട്ടിൻപുറത്തെ നന്മയുടെ അവസാന സാക്ഷികളാണ് അല്ലേ. നമ്മൾ കണ്ട സ്നേഹവും പങ്കുവയ്ക്കലും ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത അവർക്കൊരു അത്ഭുതമാണ്. വീടുകൾ തമ്മിലുള്ള മതിലുകൾ ഉയർന്ന് ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുകയും ചെയ്തു. ഈ കാലത്ത് ആ പഴയ മകരമാസത്തെ ചക്കക്കൊതി ഇന്ന് ഇടയ്ക്കൊക്കെ എൻ്റെ ഉള്ളിൽ വരാറുണ്ട് കേട്ടോ. പക്ഷെ അന്നത്തെ ആ രുചി കിട്ടാറില്ല. ചക്കയ്ക്ക് മാറ്റം വന്നതുകൊണ്ടോ നമ്മൾ മനുഷ്യന്മാർക്ക് മാറ്റങ്ങൾ വന്നതുകൊണ്ടോ അറിയില്ല. അതെന്തോ ആവട്ടെ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സന്തോഷം ആ നാട്ടിൻപുറങ്ങളിൽ തന്നെയോ ഉണ്ടാവുക. നിങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്നോ ഇതുപോലെ വല്ല പ്ലാവോ മാവോ എന്തെങ്കിലും? ചക്ക വെട്ടുമ്പോൾ അയൽക്കാർ വരാറുണ്ടായിരുന്നോ? ആ ഓർമ്മകളൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. നാട്ടിലെ ഉത്സവവിശേഷങ്ങൾ കൂടി പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റുള്ള വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ അടുത്ത ദിവസം ഈ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ അശ്വതി.